Hello guys, welcome back to Half Space. But today is the big day. ഇന്നാണ് UCL ഫൈനലി PSG വേഴ്സസ് ആർസണൽ. യൂറോപ്പിലെ ബെസ്റ്റ് അറ്റാക്ക് വേഴ്സസ് യൂറോപ്പിലെ ബെസ്റ്റ് ഡിഫൻസ്. അപ്പോൾ കഴിഞ്ഞ പോലത്തെ സെമി ഫൈനൽ ഇവർ രണ്ടുപേരും ഏറ്റുമുട്ടിയിട്ടുണ്ട്. അതേ സീസണിൽ തന്നെ ലീഗ് ഫേസിൽ ഇവർ രണ്ടുപേരും മാച്ച് വരുന്നുണ്ട്. അപ്പോൾ ആ മാച്ചിൽ 2-0 എന്നുള്ള സ്കോറിൽ ആർസണലാണ് ജയിക്കുന്നത്. പക്ഷേ സെമി ഫൈനലിൽ 3-1 എന്നുള്ള അഗ്രിഗേറ്റിൽ PSG ആണ് അഡ്വാൻസ് ആൻഡ് ഇവൻച്വലി ഇന്ററിനെ ഫൈനലിൽ ട്രാഷ് ചെയ്തുകൊണ്ട് ചരിത്രത്തിൽ ആദ്യമായിട്ട് PSG ചാമ്പ്യൻസ് ലീഗ് ട്രോഫി സ്വന്തമാക്കുകയാണ്. ആർസണലിന്റെ സ്ട്രക്ചറിനെ പറ്റി പറയുകയാണെങ്കിൽ ഒരു 4-3-3 ഫോർമേഷനിലായിരിക്കും ലൈനപ്പ് ചെയ്യാൻ പോകുന്നത്. പിന്നീട് അതൊരു 3-2-5 എന്നുള്ള സ്ട്രക്ചറിലേക്ക് മാറും. അപ്പോൾ ആർസണൽ ഏറ്റവും കൂടുതൽ എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ പോകുന്ന ഏരിയ എന്ന് പറഞ്ഞാൽ ഓഫ് കോഴ്സ് സെറ്റ് പീസ് ആണ്. റൈസിന്റെ ഡെലിവറി, അതേപോലെ തന്നെ ഗബ്രിയൽ ഓർ സാലിബി ഇവർ രണ്ടുപേരും ഹെഡ് ചെയ്യാൻ നിൽക്കുന്നുണ്ടാവും. പ്രീ റിഹേഴ്സ് ആയിട്ടുള്ള ഒരു ബ്ലോക്കിംഗ് പാറ്റേൺസ് ഉണ്ടാവും. അതേപോലെ സെക്കൻഡ് ബോളിന് വേണ്ടിയുള്ള നല്ല ഓർഗനൈസ് ആയിട്ടുള്ള ടീമിനെ നമുക്ക് കാണാൻ പറ്റും. ആർസണൽ ഡിഫൻസിനെ പറ്റി നമുക്ക് നന്നായി അറിയുന്നതാണ്. ഈ UCL ക്യാമ്പയിനിൽ ഒറ്റ മാച്ച് പോലും ആർസണൽ തോറ്റിട്ടില്ല. അതേപോലെ തന്നെ യൂറോപ്പിലെ ഏറ്റവും ലീസ്റ്റ് ഗോൾ കൺസിഡർ ചെയ്ത ടീമും ആർസണൽ തന്നെയാണ്. അതേപോലെ തന്നെ ഓരോ ടാക്ടിക്സ് എന്ന് പറയുന്നത് കോമ്പാക്ട് മിഡ് ബ്ലോക്സ് ആണ്, സെൻട്രൽ പ്രൊഗഷൻ ബ്ലോക്ക് ചെയ്യുന്നതും അതേപോലെ ട്രാൻസിഷൻ ഓവർലോഡും ഒക്കെ ആർസണലിന്റെ ടാക്ടിക്സിന്റെ ഭാഗമാണ്. ഇതിനെ PSG എങ്ങനെ കൗണ്ടർ ചെയ്യുന്നതാണ് നമുക്ക് കണ്ടറിയേണ്ടത്. ആർസണൽ ഡയറക്റ്റ് ഫുട്ബോൾ കളിക്കുന്നത് നമ്മൾ പലപ്പോഴും കണ്ടതാണ്. അതായത് ചാനൽസിലേക്ക് ഡയറക്റ്റ് ലോങ് ബോൾ ഇടുക, റായന്റെ ലോങ് ബോളൊക്കെ നമ്മൾ കാണുന്നതാണ്. അപ്പോൾ ഇത് PSG ഒരു തലവേദന ഉണ്ടാകും. കാരണം ഇവർ രണ്ട് ഫുൾ ബാക്കുകളും നന്നായി ഓവർലാപ്പ് ചെയ്ത് ഫ്രണ്ടിലേക്ക് കയറി പോകുന്ന അറ്റാക്ക് ചെയ്യുന്ന പ്ലേയേഴ്സാണ്. ഹക്കീം ആയിക്കഴിഞ്ഞാലും ന്യൂനോ മെൻഡസ് ആയിക്കഴിഞ്ഞാലും. അപ്പോൾ ഇതിനെ എങ്ങനെയാണ് ആർസണൽ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നുള്ളതും ഇതിനെങ്ങനെയാണ് PSG കൗണ്ടർ ചെയ്യുന്നുള്ളത് നമുക്ക് നോക്കേണ്ട ഒരു കാര്യമാണ്. ഇനി PSGന്റെ കാര്യം പറയുകയാണെങ്കിൽ അവരും 4-3-3 ഫോർമേഷൻ തന്നെയായിരിക്കും ലൈനപ്പ് ചെയ്യാൻ പോകുന്നത്. പക്ഷേ PSGന്റെ ഏറ്റവും വലിയൊരു പ്ലസ് പോയിന്റ് എന്ന് പറയുന്നത് പോലെ പൊസിഷണൽ റൊട്ടേഷൻസ് ആണ്. അപ്പോൾ മിഡ്ഫീൽഡിലെ പ്ലേയേഴ്സ് ഇങ്ങനെ സ്വിച്ച് ചെയ്തുകൊണ്ടിരിക്കും, അതായത് റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അതേപോലെ തന്നെയുള്ള ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവരെ ഫോർവേഡ്സ്, അതായത് ഡുവെ ആയിക്കഴിഞ്ഞാലും ഡെംബിലെ ആയിക്കഴിഞ്ഞാലും ക്വാര ആയിക്കഴിഞ്ഞാലും ഒക്കെ വിങ്ങൾ സ്വിച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്ലേയേഴ്സാണ്. അപ്പോൾ ഇവർ ഭയങ്കര ഫ്ലൂയിഡ് ആയതുകൊണ്ട് തന്നെ ഇവരെ മാൻമാർക്ക് ചെയ്യുന്ന പറയുന്നത് ആർസണൽ ഡിഫൻസിന് വലിയൊരു തലവേദന ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ യൂറോപ്പിലെ തന്നെ ഏറ്റവും ഫാസ്റ്റ് ട്രാൻസിഷൻ ചെയ്യുന്ന ടീമാണ് PSG എന്ന് പറയുന്നത്. അപ്പോൾ ആർസണലിൽ ഷേപ്പ് ലൂസ് ചെയ്ത് നിൽക്കുന്ന സമയത്ത് ഒറ്റ ലോങ് ബോൾ ഉണ്ട് ക്വാരയ്ക്കോ അതേപോലെ ഡെംബലിക്കോ ബോൾ എത്തിച്ചു കഴിഞ്ഞാൽ ഇവർ 1-on-1 ഭയങ്കര ഡെഡ്ലിയാണ്. അപ്പം റിസൾട്ട് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി PSG പറ്റും. ഇതിനെ എങ്ങനെ ആർസണൽ കൗണ്ടർ ചെയ്യുന്നത് നമുക്ക് നോക്കി കണ്ടാണ്. അതേപോലെ തന്നെ PSGന്റെ മിഡ്ഫീൽഡ് ഭയങ്കര പ്രസിസ്റ്റൻ്റാണ്. അപ്പോൾ നമുക്കറിയാം ആർസണൽ ഭയങ്കരമായിട്ട് പ്രസ് ചെയ്യുന്ന ടീമാണ്. അപ്പോൾ ഈ പ്രസ്സിന് ബീറ്റ് ചെയ്യാൻ PSG മിഡ്ഫീൽഡിന് പറ്റും. അതായത് മിഡ്ഫീൽഡാണ് ഡൊമിനേറ്റ് ചെയ്യുന്നത്, പോലെയാണ് കളി നിയന്ത്രിക്കുക എന്നുള്ളത്. ഇനി കാണാൻ പോകുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് മാച്ചപ്പ് എന്ന് പറയുന്നത് ഓഫ് കോഴ്സ് സാക്ക വേഴ്സസ് ന്യൂനോ മെൻഡസ് ആണ്. അപ്പോൾ ന്യൂനോ മെൻഡസ് എന്തായാലും ഓവർലാപ്പ് ചെയ്ത് അറ്റാക്കിങ്ങിന് പോകും. അപ്പോൾ അതുകൊണ്ട് തന്നെ സാക്ക ഒരു ലോങ് ബോൾ വരുന്ന ടൈമത്ത് ഈ കൗണ്ടർ വരുന്ന സമയത്ത് എങ്ങനെയാണ് ന്യൂനോ മെൻഡസ് അത് ഹാൻഡിൽ ചെയ്യാന്നുള്ളത് നമുക്ക് കാണണം. അതേപോലെ തന്നെ വരാൻ പോകുന്ന മറ്റൊരു മാച്ചപ്പ് എന്ന് പറഞ്ഞാൽ ഡെക്ലൻ റൈസ് വേഴ്സസ് വിറ്റീഞ്ഞാണ്. അപ്പോൾ വിറ്റീഞ്ഞാണ് ഡെക്ലൻ റൈസും രണ്ട് മോഡലുള്ള പ്ലേയേഴ്സാണ്. അപ്പോൾ ഇവർ രണ്ടുപേരും ബാറ്റിൽ വരുന്ന സമയത്ത് ആരാണ് ഡൊമിനേറ്റ് ചെയ്യുക, അപ്പോൾ ആരാണോ ഡൊമിനേറ്റ് ചെയ്യുന്നത് അയാളുടെ ടീമിനാണ് മിഡ്ഫീൽഡിൽ ഒരു അപ്പർ ഹാൻഡ് ഉണ്ടാവുക, അവർക്കാണ് കളി പ്രോഗ്രസ് ചെയ്യാൻ വേണ്ടി പറ്റുക. ആർസണലാണ് ആദ്യം സ്കോർ ചെയ്യുന്നുണ്ടെങ്കിൽ ദേ വിൽ സിറ്റ് ബാക്ക് ആൻഡ് ഡിഫെൻഡ്. ഇനി അഥവാ PSG ആണ് ഗോൾ സ്കോർ ചെയ്യുന്നുണ്ടെങ്കിൽ ആർസണൽ വിൽ ബി ഫോഴ്സ്ഡ് ടു ഗോ ഹയർ അപ്പ് ദ പിച്ച്. സോ അതായത് കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ എന്ത് കഴിഞ്ഞാലും ഒരു ലോ സ്കോറിംഗ് മാച്ചാണ് സാധ്യത. PSGക്ക് കൺസിക്യൂട്ടീവ് ആയിട്ടുള്ള രണ്ടാമത്തെ ചാമ്പ്യൻസ് ലീഗ് അടിക്കാൻ പറ്റുമോ, അതോ ആർസണലിനെ കൊണ്ടിട്ട് ആർസണലിനെ ചരിത്രത്തിൽ തന്നെ ആദ്യത്തെ ചാമ്പ്യൻസ് ലീഗ് അടിച്ച് ആർസണലിന്റെ ഹിസ്റ്ററിയിൽ തന്നെ ഒരു ലെജൻഡായി മാറാൻ പറ്റുമോ? അപ്പോൾ നിങ്ങളുടെ ഒപ്പീനിയൻസും കാര്യങ്ങളും കമൻറ്റ് ചെയ്യുക. അപ്പോൾ അൺടിൽ നെക്സ്റ്റ് ടൈം, പീസ് ഔട്ട്.